ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ്സിൻ്റെ ടോപ്പിക് തന്നെ ഡു വി റിയലി ലവ് ഹിം. നമ്മൾ യഥാർത്ഥമായിട്ട്, ഞാൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു പാസ്റ്ററുണ്ട്, ചേർച്ചിൻ്റെ ചാർജായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് അത് ലേറ്റായിട്ട് പോയത്. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, നാളെ എന്താ സംസാരിക്കുന്നത്, ചർച്ചിൽ എന്താ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെയുള്ള ചർച്ചിലെ വിശ്വാസികളോട് ചോദിക്കും, നിങ്ങൾ യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അല്ലെ നമ്മൾ പാവങ്ങൾ വിട്ടുകളയുന്നു, അല്ലെ ഉപവസിക്കുന്നു, ഓരോ കാര്യത്തിൻ്റെ അടിസ്ഥാനം, ദൈവത്തെ ആരാധിക്കുകയും ബോധപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹമാണോ അതോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് അവരൊന്ന് ചലഞ്ച് ചെയ്ത് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ആരും ചിന്തിക്കാത്ത, എന്താ വെച്ചാൽ ആരും ചിന്തിക്കുന്നില്ലതല്ല പറഞ്ഞത്, യൂഷ്വലി ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും കർത്താവിനോടുള്ള സ്നേഹത്തിലാണോ നമ്മുടെ ആത്മീയ ജീവിതം? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിനുള്ള സ്നേഹമാണോ അല്ലയോ? കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ പറയുന്നു, കർത്താവ് നമ്മളെ നോക്കുന്നത്, നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ കർത്താവ് നോക്കുന്നത് രണ്ട് കാര്യം. ഒന്ന് വീണ്ടിൻ്റെ, രണ്ട് കർത്താവിനുള്ള സ്നേഹത്തിലല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. ഇത് കൊരിന്ത്യലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിലേക്ക് പിന്നീട് വരും. അപ്പോൾ ഇനിയും മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഈ ഓരോ ഇത് കേൾക്കുമ്പോഴും നമ്മൾ വെറുതെ കേട്ട് അതിനുശേഷം ഒരു ചടങ്ങ് പോലെ കേട്ട് പിന്നെന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥ കേട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അതിൽ നല്ല കേൾക്കാതിരിക്കുന്നത്. കേൾക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. ഞാനല്ല സംസാരിക്കുന്നത്, കർത്താവ് നമ്മളോട് സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ ഈ എപ്പിസോഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പം കർത്താവ് എന്നോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലതൊക്കെ വായിക്കുമ്പം എനിക്ക് കുത്തുകൊള്ളും, ഞാൻ മാനസാന്തരപ്പെടും, വീണ്ടും അതിലേക്ക് മടങ്ങി വരും. എന്ന് പറഞ്ഞാൽ എന്നാ ഒരു കറക്ഷൻസ് നടന്നുകൊണ്ടായിരിക്കുന്നത്, ജഡ്ജ് ചെയ്യപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ തന്നെ നമ്മളെ തന്നെ വിധിച്ചാലും നമ്മൾ ലോകത്തോടൊപ്പം വിധിക്കപ്പെടുകയെന്ന് കർത്താവ് പറഞ്ഞത്. അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ ജഡ്ജ് ചെയ്യും. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ എന്താ ചെയ്യുന്നത്, നീ എങ്ങനെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു, നീ എത്രത്തോളം വിശ്വസ്തനാണ്, നിനക്കിത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ, അത് വിട്ടുകളയോ? അപ്പം നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യണം. അല്ല നമ്മൾ ഒരു മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് പൗലോസ് പറയുന്നൊരു ഡേഞ്ചർ, മറ്റുള്ളവരോട് ഉപദേശിച്ചിട്ട് എനിക്കത് നഷ്ടപ്പെടുമെന്ന്, എനിക്കത് ലഭിക്കാതെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുക. അപ്പോൾ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് മറക്കാനല്ല, നമ്മൾ ഓരോ ദിവസവും ചോദിക്കും. അപ്പോൾ അതിന് പരിശുദ്ധം നമ്മളെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ ഡെഡ് വർക്കായിട്ട് പോകും. അവസാനം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യും. ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കറക്റ്റഡായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അവസാനം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും കർത്താവ് പറയുന്നത്, നീ എന്നെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് പ്രതിഫലമില്ല എന്ന് പറയും. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചെയ്തു പോകണം എന്ന് എന്താ പറയുന്നത്, കാലുപിടിച്ച് പറയും. ഓക്കെ, ഞാൻ ഒരു വചനം വായിക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 2. നമ്മളെ ലേഖനമാണ്, യോഹന്നാൻ്റെ സുവിശേഷമല്ല. 1 ജോൺ ചാപ്റ്റർ 2. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. നമുക്ക് യോഹന്നാൻ നല്ല പ്രായമുള്ളപ്പോൾ എഴുതിയ ഒരു ലേഖനമായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുന്നത്. കാരണം കൂടെയുള്ള വിശ്വാസികളെയും അല്ലെങ്കിൽ സഹോദരങ്ങളെയും ചർച്ചിലെ മെമ്പേഴ്സിനെ എല്ലാം കൂടെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത്. എന്നിട്ട് പറയണം, എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യരുത്. ഇനി അഥവാ
ചെയ്താൽ നമ്മൾക്ക് യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. അല്ലെങ്കിൽ പ്രശ്നം എന്തറിയാം, നമ്മളൊരു പാപത്തിൽ വീണു, പിശാച് നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് തന്നു, പാപബോധമല്ല കുറ്റബോധം, ആ കുറ്റബോധത്തിൽ നമ്മൾ ഒടുങ്ങും. യൂദാസിന് സംഭവിച്ചാണ്. യൂദാസ് കുറ്റബോധം മൂലമാണ് യൂദാസ് സൂയിസൈഡ് ചെയ്തത്. അതേസമയം യൂദാസിന് പാപബോധമായിരുന്നെങ്കിൽ അവിടെ ഒരു മാനസാന്തരം ഉണ്ടായേനെ. കർത്താവ് എൻ്റെ ഈ പാപത്തിന് വേണ്ടി കൂടെയാണ് ക്രൂശിൽ മരിച്ചതെന്നുള്ള തിരിച്ചറിവ് യൂദാസിന് വന്നു. പക്ഷെ പിശാച് അതിനനുവദിച്ചില്ല. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യുന്നിടയിൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പാപപരിഹാര ബലിയാണ്. വീണ്ടും റിമൈൻഡ് ചെയ്യിക്കുക, യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ ഈ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അതിൻ്റെ പരിഹാരമാണ്, അതിൻ്റെ പെനാൽറ്റിയാണ്. അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷ, പിതാവിന് ഈ പാപത്തിൻ്റെ മേലുള്ള മുഴുവൻ ശിക്ഷയും കോപവും യേശുക്രിസ്തുവിൻ്റെ മേലോട്ടാണ് വന്നത്. അങ്ങനെ അതിന് പരിഹാരം ചെയ്തു. യോഹന്നാൻ നമ്മളെ ഓർപ്പിക്കും. കർത്താവിനെ